നിക്കളി ആച്ചിത്തള്ള കളി. ഇന്ന് നിന്റെ നിറം ഞാൻ പൊളിക്കും, നോക്കിക്കോ. നിക്കാനാ പറഞ്ഞത്. എന്റെ അടുത്താ പിള്ളേരുടെ ഒരു കളി. വീടല്ലേ പതുക്കെ. എരണം കേട്ടോ അസത്തുക്കള്. പറകാളിക്ക് മുളകരച്ച് പുറം വിളിക്കും ഞാൻ, നോക്കിക്കോ. സാരമില്ലമ്മേ, പിള്ളേരല്ലേ. പിള്ളേര് ലോകത്ത് വേറെ എങ്ങുമില്ലല്ലോ പിള്ളേര്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആണല്ലങ്ങ് പറഞ്ഞു പോയി മാസൂലങ്ങള്. രാധേ, ദിവാകരൻ വന്നില്ലോടി? ഇല്ല, ഇന്ന് അയ്യപ്പൻകാവി കെട്ടുമുറുക്ക. പോകുമ്പോ ഇതിലെ വരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കറിയാം. പറഞ്ഞ പോലെ ഇന്ന് വൃശ്ചികം ഒന്നാണല്ലോ. അയ്യപ്പാ ഭഗവാനേ. കൊച്ചാപ്പിയേ, വല്ലതും തടഞ്ഞോടാ? എവിടെ? ഒന്നുമില്ലാണ്. മീൻ ചാറൊന്നുമില്ലടി. രാവിലെ പോകാൻ ഇറങ്ങിയപ്പോ ഇത്തിരി ഉണക്കമീനെങ്കിലും മേടിച്ചു തരാൻ ഞാൻ പറഞ്ഞ ദിവാകരേട്ടനോട്. അപ്പൊ കാശില്ലെന്നും പറഞ്ഞ് എന്നെ തിന്നാൻ വന്നു. എങ്ങനെ കാശുണ്ടാവാനാ? കാൽച്ചോട്ടിലെ നിധി കാണാതെ വണ്ടിക്കാളിയായിട്ട് നടക്കുകയല്ലേ ഗുരുത്വദോഷി. എത്ര പറഞ്ഞാലും ഇവനൊന്നും മനസ്സിലാവില്ലല്ലോ. എന്റെ ദേവി, എന്റെ മകൻ കണ്ണൻ ജനിച്ചപ്പോ എന്റെ ആഭരണവന്മാര് ജാതകം ഗണിച്ച് ആണയിട്ട് പറഞ്ഞതാ, അവനൊരു മകൻ ജനിക്കും, മഹാഭാഗ്യയോഗമുള്ള മകൻ. അവനാ നിന്റെ കെട്ടിയോൻ ദിവാകരൻ. മഹാരാജാവിനെ പോലെ കഴിയേണ്ടവൻ. പറഞ്ഞിട്ടെന്താ? ഈ പുഴയില് സ്വർണം മാരാൻ രാപ്പകല് മുങ്ങുന്നുണ്ട് ഒരുപാട് പേര്. എന്നിട്ട് എന്താ കിട്ടല്? മാസാമാസം ഗുരുതി മന്ത്രവാദം ചെയ്ത ഒരു തരി, ഒരു പൊട്ട് തീർന്നേ. പക്ഷെ എന്റെ ദിവാകരനൊന്ന് ഇറങ്ങട്ടെ, വാരിയെടുക്കാം അവന്. പക്ഷെ തോന്നണം, മനസ്സറിഞ്ഞ് തോന്നണം. തോന്നും, അല്ലെങ്കിൽ തോന്നിപ്പിക്കും. നോക്കിക്കോ. പത്ത് തിരിച്ചെന്നാ മതി, അപ്പ തുടങ്ങും. കാശ് വല്ല ഇരിപ്പുണ്ടോടി? അച്ഛമ്മയ്ക്ക് ഇത്തിരി അരിഷ്ടം മേടിക്കാനാ. എന്റെ കയ്യിൽ എവിടുന്നാ? ഒരുത്തൻ്റെ ഓശാരൊന്നും വേണ്ട ആച്ചിത്തള്ളക്ക്. കണ്ണൊന്ന് നിറഞ്ഞ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും എന്റെ അമ്പർണവന്മാര്. ഉറക്കത്തിന്ന് ഞെട്ടി ഉണർന്ന ഒരേ കരച്ചില്ല. ഇന്ന് ഇതുവരെ ഒരു വക കഴിച്ചിട്ടുമില്ല. ആച്ചിത്തള്ള ഒന്ന് ഓതിത്തരണം. വാ മക്കളെ, ഇപ്പൊ ഒന്നുമില്ല, പിന്നെ തന്നോളാം. തെണ്ടികള്. അയ്യടാ ഓടണ്ടാ, ഇത് റേഞ്ചർ സാറാടാ. കാക്കി കണ്ടതും അവ മുങ്ങി. തങ്കനെ എന്നിറങ്ങി അവൻ? അതിപ്പോ ഒരാഴ്ചയായി. ഇവിടെ പൊങ്ങിയ ഇന്നലെയാ.
ഉത്സവ സീസൺ തുടങ്ങിയ തങ്കനൊരു ലോക്കപ്പിൽ ഇടില്ല സാറേ. മനുഷ്യന്മാരെല്ലാം വീട് പൂട്ടി അമ്പലമുറ്റം ഇറങ്ങാൻ പോണ നേരല്ലേ കൊയ്ത്തുകാലം. പോലീസ് ഏമാന്മാര് കിട്ടണ കമ്മീഷൻ വേണ്ടാന്ന് വെക്കോ ചാണ്ടി സാറേ? നല്ല കഥ. നോടോ ഇത് എന്റെ പറമ്പിൽ നിന്ന് അങ്ങനെ ആണതല്ലേ? അതെന്താടാ വെള്ളരി നിന്നെ അപ്പാന്ന് വിളിച്ചോ? നീ ഒരു 100 ഇങ്ങെടുത്തേ. സംഗതി നേരാ. എന്താടാ കാര്യം? വാസുക്കുട്ടന് കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ട്. ആളിപ്പോൾ അങ്ങാടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുത്തൻ കുപ്പായം, പുതിയ വാച്ച്, ഒരു ചാക്കു നിറയെ വീട്ടു സാധനം. നീ കണ്ടോ? പിന്നെ ഞാനിപ്പോ അവിടുന്നല്ല ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലെ ഞാൻ കടയും പൂട്ടി പോകുമ്പോ ചീങ്കണ്ണിപ്പാറയുടെ അടിയിൽ വാസോട്ടം മുങ്ങിത്തപ്പനുണ്ട്. ഞാൻ കണ്ടതല്ലേ. എന്നെ കണ്ടത് ഒറ്റ മുങ്ങല, വിളിച്ചിട്ട് നിന്നേ ഇല്ല. അപ്പോഴേ എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? വെളുത്തേടം വാസുവിന് നിധി കിട്ടിയെന്നോ? ഒന്ന് പോ മാപ്പിളെ. പണമട പൊന്നും കൊണ്ടുള്ള കസർത്ത അവനിപ്പോ അങ്ങാടി കാട്ടണത്. ഇല്ലെങ്കിൽ പോയി നോക്ക്. ഈ ആച്ചിപ്പെണ്ണ് ഇത് എത്ര കണ്ടിരിക്കണു. ചമ്പ്രാമ്പതിയിലെ തമ്പ്രാക്കന്മാര് ഞെട്ടാൻ പോണ ഒരു ദിവസം വരും. ശീരുവാണിപ്പുഴയിലെ പൊന്ന് ആർക്കുള്ളതാണോ അപ്പ കാണാം. പൊന്നുട്ടി മതി കളിച്ചത്. ഇങ്ങോട്ട് കേറിക്കേ. ഇങ്ങോട്ട് കേറാൻ. എന്റെ ബ്ലൗസ് കൊണ്ട് നനഞ്ഞാ പിന്നെ ഇന്നത്തെ പോക്കുണ്ടാവില്ല. ഇങ്ങോട്ട് കേറിക്കേ. കെട്ടുമുറുക്ക് കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാ വരിക? രാത്രിയില് അല്ലേ അമ്മേ? വരുമ്പോ എന്നെ വിളിക്കണേ. ഇങ്ങോട്ട് വന്നേ. അതല്ലേ ഞാൻ പറഞ്ഞത് മോനോട് പോരാൻ. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. എന്താ? അമ്മ സമ്മതിക്കില്ല. അമ്മയ്ക്ക് പള്ളിയിൽ കൂടുന്നത് ഇഷ്ടം. എന്നെ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കുന്നത് തന്നെ ഇവിടെ വരുമ്പോഴാ. എന്നാ പിന്നെ വേറൊരിക്കലാവട്ടെ. എന്നാലും വന്നില്ലേ നീ ഞങ്ങളുടെ മുത്തല്ലേടാ. നമ്മളെ ചില പുത്തനെടുപ്പ് മക്കൾക്ക് ഇഷ്ടായോ? എനിക്ക് ഒത്തിരി ഇഷ്ടായി. കാതിർക്കയുടെ കടയില് അമ്മ വേറൊരു തുണി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പൊന്നുവിനിപ്പോ 2 പുത്തൻ ഉടുപ്പായി. നല്ലമ്മ. അമ്മണിയെടുത്തേ. അങ്ങോട്ടൊരു കണ്ണു വേണേ. ഞങ്ങൾ അയ്യപ്പൻകാവിലേക്ക് പോവാ. ഞങ്ങളെ അച്ഛന്റെ അമ്മയുടെ കള്ളി. അല്ലരാതെ നിങ്ങൾ തനിച്ചാണോ പോണേ? അല്ല, ശങ്കരേട്ടന്റെ വീട്ടിലെ ദിവാരേട്ടൻ ഇഞ്ചിൻ എടുക്കാൻ വരും. അപ്പൊ കൂടെ പോകും. അമ്മേ, ഇതുവഴി അച്ഛൻ വരാണ്ടിരിക്കോ? വരുവടാ. വരുന്നവരെ നമുക്ക് ഇവിടെ ഇരിക്കാം. പൊന്നുട്ടി എവിടേക്കാ പുത്തനുടുപ്പൊക്കെ ആയിട്ട് അമ്മയും മോളും? ഭജനയല്ലേ. ദിവാരേട്ടൻ ഇഞ്ചിൻ എടുക്കാൻ വരുമ്പോ കൂടെ പോവാന്ന് വിചാരിച്ചു. അതിന് ദിവാകരൻ കിഞ്ചറെടുത്തിട്ട് നേരത്തെ പോയില്ലോ. ഇവന്റെ ഒരു സ്വഭാവേ. നിങ്ങൾ പറഞ്ഞ കാര്യം എന്നോടും പറഞ്ഞില്ല. പാട്ടിപ്പോ തുടങ്ങി കാണും. എന്ത് പണി ഇവനെ കാണിക്കണം. പൊന്നുട്ടാ, അമ്മയോട് പിണങ്ങല്ലേടാ. അമ്മ കള്ളം പറഞ്ഞതാ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന്. അച്ഛൻ എന്നെ ഇഷ്ടമല്ല. ഇപ്പഴും ദേഷ്യം എനിക്കറിയാം. കരയുണ്ടടാ. കരയാതടാ. സാരമില്ല മക്കളെ, സാരമില്ല. ശരണം വിളി കഴിയുമ്പോഴോ ഭജന തുടങ്ങുന്ന അല്ലേ അമ്മേ? എന്റെ മക്കൾ അയ്യപ്പസ്വാമിയെ മനസ്സിലോർത്ത് ഇങ്ങനെ കണ്ണടച്ചിരുന്നു. അപ്പോ മല കടന്ന് പുഴ കടന്ന് അച്ഛന്റെ പാട്ട് എന്റെ പൊന്നിന്റെ ചെവിയിലെത്തും.